ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. മസ്തകത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ധരിക്കുന്ന ഞാൻ ആത്മാവാണ്. ശരീരം എൻ്റെ ഉപകരണം മാത്രമാണ്. ഞാൻ ഇതിൻ്റെ അധികാരിയാണ്. സ്മൃതിയുടെ സ്വിച്ച് സെക്കൻഡിൽ ഓൺ ഓഫ് ചെയ്യുന്നു. ഞാൻ ആത്മാ ഇപ്പോൾ ശരീരത്തിലാണ്. ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ ആധാരത്തിലൂടെ കാതുകളിലൂടെ കേൾക്കുന്നു, കണ്ണുകളിലൂടെ കാണുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡിൽ സ്വിച്ച് ഓഫ് ആകുന്നു. ഞാൻ ശരീരത്തിൽ നിന്നും വേറിട്ട ബിന്ദു ആത്മാവാകുന്നു. ശരീരത്തിൽ നിന്നും അകന്ന് ഞാൻ ആത്മാ ഒരു സെക്കൻഡിൽ ശാന്തമാകുന്നു, നിർലേപമാകുന്നു. ദേഹബോധമില്ല, സംബന്ധങ്ങളുടെ ആകർഷണമില്ല, കർമ്മത്തിൻ്റെ ബന്ധനമില്ല. ഞാൻ ആത്മാ അശരീരി, അവ്യക്ത സാക്ഷി. ആവശ്യകതയുണ്ടാകുമ്പോൾ ശരീരമാകുന്ന വസ്ത്രം ധരിക്കുന്നു. കാര്യം പൂർണ്ണമായാൽ ശരീരമാകുന്ന വസ്ത്രത്തെ മറക്കുന്നു. ഇപ്പോൾ ദേഹധാരി, കർമ്മയോഗി. ഇപ്പോൾ അശരീരി. സെക്കൻഡിൽ ഓൺ ആകുന്നു, ഓഫ് ആകുന്നു. ദേഹധാരി, അശരീരി, കർമ്മയോഗി, കർമാതീത അവസ്ഥയുടെ അനുഭവം. ഞാൻ ആത്മസ്വതന്ത്രമാണ്. ഞാൻ അശരീരിയാകുന്നു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ ഞാൻ ഈ അശരീരി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഗഹനമായ ശാന്തി, ഗഹനമായ സ്ഥിരത. ഈ മനസ്സിൻ്റെ ഡ്രിൽ ഞാൻ വീണ്ടും ചെയ്യുന്നു. ഞാൻ ബാബയോടൊപ്പം പറന്നുയരാൻ സമ്പൂർണ്ണ പവിത്രമാക്കുന്നു, സമ്പൂർണ്ണ സമർപ്പണമാക്കുന്നു. തീർത്തും അശരീരിയാകുന്നു. ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ ഭയമുണ്ടാകരുത്. മഹാവീരനായി, വിജയിയായി ഉയർന്ന ലക്ഷ്യത്തിലെത്തണം. ഞാൻ ബാബയുടേതായി മാറിയിരിക്കുകയാണ്. അശരീരിയായിരിക്കുന്നു. ശരീരം, മനസ്സ്, ധനം എന്ത് തന്നെയായാലും അത് ബാബയ്ക്ക് സമർപ്പിക്കുന്നു. മരിക്കുന്നു. ഞാൻ കേവലം ബാബയുടേതാണ്. ബാബ പറഞ്ഞു തരുന്നു, ആത്മാവിൻ്റെ ചിറക് മുറിഞ്ഞു പോയിരിക്കുന്നു. മായ മുറിച്ചിരിക്കുന്നു. കണക്ക് വഴക്കുകൾ തീർപ്പാക്കി
ആത്മാവ് പവിത്രമാകുകയാണ്. ആത്മാക്കൾ പുനർജന്മമെടുക്കുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. എല്ലാ അഭിനേതാക്കൾക്കും പാർട്ട് അഭിനയിക്കാൻ സൃഷ്ടിയിൽ വരണം. എന്നാൽ ബാബ ഇപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകും. ബാബ മനസ്സിലാക്കി തരുന്നു, മുഴുവൻ ആധാരവും അവസ്ഥയിലാണ്. അതിനാൽ ജീവിച്ചിരിക്കെ മരിച്ചവരായി മാറണം. സമ്പൂർണ്ണ സമർപ്പണമാകുമ്പോൾ ദേഹി അഭിമാനിയാക്കുന്നു. ഭാരതം ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. അവിടെയാണ് ബാബ വന്ന് മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കുന്നത്. ജ്ഞാനിത്വ ആത്മാവ് ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ യോഗവും പൂർണ്ണമാകണം. ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. ഞാൻ അശരീരിയായി അങ്ങയെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, അശരീരിയായി മാറൂ, എന്നെ ഓർമ്മിക്കൂ, ബുദ്ധി കൊണ്ട് എല്ലാം സമർപ്പിക്കൂ. ഞാൻ ജ്ഞാനത്തെ പ്രയോഗിക്കുന്നു, ഓർമ്മയുടെ പരിശ്രമം ചെയ്യുന്നു. അശരീരിയായി അശരീരി ബാബയെ ഓർമ്മിക്കുന്നു. മറ്റെല്ലാറ്റിൽ നിന്നും മമത്വം കളയുന്നു. പൂർണ്ണമായി ദേഹി അഭിമാനിയായി മാറി സമ്പൂർണ്ണ സമർപ്പണമാകണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് മാസ്റ്റർ ഓൾമൈറ്റിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സദാ സഹജ കർമ്മയോഗിയാകൂ. ഒരിക്കലും ദുർബലത എന്ന വാക്ക് പുറപ്പെടുകയില്ല. ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം അതേ സെറ്റിംഗ് അനുസരിച്ച് താനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതേ സെറ്റിംഗ് ആണ് സഹജവും സദാ കർമ്മയോഗിയും. നിരന്തരം നിർവികൽപ്പ സമാധിയിൽ കഴിയുന്ന സഹജയോഗിയുമാകൂ. ഞാൻ എന്നതിനു പകരം ബാബ ബാബ എന്ന് പറയുക. ഇതാണ് ഓർമ്മയുടെ തെളിവ്. ഓം ശാന്തി.